അപ്സര സൗന്ദര്യം തോറ്റിടും പെണ്ണിവ കാനനത്തിൽ എന്തോ ചെയ്തിടുന്നു. അവളുടെ ഭംഗിയിൽ ഭ്രമമായിരുന്നു ആസക്തനായി പരവശനായി. അറിഞ്ഞു ഇന്ദ്രൻ പതിവ്രത പെണ്ണിവർ കൗശലം കൊണ്ടേ കീഴടങ്ങു. സൃഷ്ടിച്ചു വായ പുനരിദേവൻ കാനനത്തിൽ കാത്തിരുന്നു. സൂര്യനുണരും മുമ്പേ പാമ്പുകൾ ഒഴുകോൽ കൂടിയ ദേവൻ ഒന്നര നേരമായി എന്ന മട്ടിൽ മുടി അതിക്കര ലക്ഷ്യമായി ഗമിച്ചിടവേ ഗൗതമരൂപം പൂണ്ടു ഇന്ദ്രൻ ആശ്രമത്തിൽ എത്തി ഉറങ്ങിക്കിടക്കുന്ന പകലെ തഴുകിയുണർത്തി ഇന്ദ്രൻ. ഗൗതമമാമുനി വന്ദനത്തിനൊരുങ്ങിടവേ അറിയുന്നു നിശ്ചലം അതിയുറങ്ങുന്നു നാഴിക പുനരാലേറയുണ്ട്. മുനിയുടെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു ഇന്ദ്രൻ ചതിയു ആശ്രമത്തിൽ. ഗോവിന്ദനാമുനി ആശ്രമത്തിൽ എത്തി ആലിംഗനാമിരുവരെയും കണ്ടു. ഇന്ദ്രൻ ചതിയുടെ പൊരുളറിഞ്ഞു ഗോവിന്ദനാമുനി ശാപമുയർത്തി. പതിയുടെ സാമീപ്യം തിരിച്ചറിയാത്ത നീ വെറുമൊരു കല്ലായി മാറട്ടെ. കളങ്കിതയായ അഹല്യാദേവി സ്വയം പഴിച്ചിടുന്നു. അറിയാതെ തെറ്റിയെന്നാഥനെ അർപ്പിച്ച ശിക്ഷ വെറുമൊരു കല്ലിൻ സമമല്ലോ. എങ്കിലും പത്തിതൻ കഥനം കേട്ടു നീയുടെ കരളുമറിഞ്ഞു. രാമപാദ സ്പർശനതാ ശാപമോക്ഷം പത്നി ക്ഷണിച്ചിടും. കഥയിൽ കല്ലില്ല പതിവില്ല കഥ കേളടി കഥയുടെ അർത്ഥം അറിഞ്ഞിടടി. കല്ലുപോലായി മാനവരിന്ന് കാണേണ്ടതൊന്നും കാണുന്നില്ല. സ്വയം മനസ്സൊരു കല്ലായി തീർന്നു മനസ്സൊരു കല്ലായി മാറിയവർ. That was chess number